ഹബീബ് തങ്ങൾ ഒരു പന്താണ് അടിക്കും തോറും മുകളിലേക്കാണ് അടിക്കണം. പക്ഷേ എപ്പോ തങ്ങളോട് സംസാരിക്കുമ്പോൾ തങ്ങൾ അത് തുറന്നു പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ അത് മറച്ചു വെക്കാം, എനിക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞത് കൊണ്ട് മറച്ചു വെക്കാം. നാട്ടുകാരുടെ ഒരുപാട് ആളുകൾ ഓതാ അറിയാത്ത ഒരാളാണോ അത്ര വലിയൊരു മജ്‌ലിസിന് നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് ആരോപണങ്ങൾ വരുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ പോലും തങ്ങൾ ഇത് തുറന്നു പറയുന്നതിന്റെ ഉദ്ദേശം അതാണ് എനിക്ക് മനസ്സിലായത്. അല്ലേ, നമ്മൾ ഒരിക്കലും അഹങ്കരിക്കരുത്. നമ്മൾ 2-3 വർഷം മുമ്പുള്ള ഖുർആൻ ഓതാത്ത ഇതാണ് ഇപ്പം എന്ത് ചെയ്തിരിക്കണത് ഓല് വെച്ച് ട്രോളുന്നത്. ഇപ്പം അള്ളാഹുവിൻ്റെ റസൂലിന് ബർക്കത്തുകൊണ്ട് എന്ത് ചെയ്യും, ഓതാനും പാടാനും ഒക്കെ എന്ത് ചെയ്യും അറിയാം. ഇനി സംശയമുള്ളവർ വരട്ടെ. ഞാൻ അൽഹംദുലില്ലാഹ് 2 കൊല്ലം കൊണ്ട് ഏകദേശം ഖുർആനൊക്കെ ഞാനിപ്പോൾ എന്താക്കി ഞാൻ ഏകദേശം പഠിച്ചു. പക്ഷേ ഈ ലൈവ് കൊണ്ട് എനിക്ക് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടായിട്ട് പഠിക്കാൻ. ഞാൻ ഓതുമ്പോൾ എൻ്റെ കൂടെപ്പറപ്പിങ്ങൾ എന്നെ വിളിച്ച് പറയും തങ്ങൾ ഓതിയൊരു തെറ്റുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, അത് തിരുത്തും. അതല്ലേ ഒരു ഇത് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അൽഹംദുലില്ലാഹ് ഓതാനും ഇതൊക്കെ. പിന്നെ നമ്മളെ നശിപ്പിക്കാനുള്ള ശത്രുക്കളാണ് എന്ത് പണ്ട് 2-3 കൊല്ലം മുമ്പുള്ള സാധനമൊക്കെ ട്രോളാക്കിയിട്ട് ഇടുന്നത്. അത് ഓരോ അല്ലായിക്കോട്ടെ, അത്ര തന്നെ നമ്മൾ അതിനെക്കുറിച്ചിട്ട് ചിന്തിക്കുള്ളൂ. പിന്നെ എനിക്ക് ഒരു കാര്യം, ഞാൻ ഭയം, ഒരു മനുഷ്യനെ പേടിച്ച് നമ്മൾ ജീവിച്ചാൽ പിന്നെ നമ്മളെ ജീവിതകാലം പേടിച്ചുകൊണ്ട് ജീവിക്കണം. എനിക്ക് ഇത്തിരി വിവാദങ്ങൾ വന്നു എൻ്റെ വീട്ടിൽ. ഇന്ന് നോമ്പ് 22 രാവിലെ സുബൈ നിസ്കാരം ലൈവ് കേട്ടിരുന്നത് 3 മണിക്കാണ് എന്നെ കാണുന്ന വിസ്റ്റേഷന് തിരക്ക് കഴിഞ്ഞത്. എന്നെ സംബന്ധിച്ചിട്ട് പല ആളുകളും പറയുന്നൊരു വാക്കുണ്ട്, നൂറെ ഹബീബ് തങ്ങൾ ഒരു പന്താണ് അടിക്കും തോറും മുകളിലേക്കാണ് അടിക്കണം അവർ. അപ്പം നിങ്ങളും ഇനി അടിക്കാൻ വന്നല്ല, നിങ്ങളും വന്നേ. അപ്പം ഞാൻ നിങ്ങളോട് വളരെ വിനയത്തോടെ മറ്റുള്ള യൂട്യൂബർമാർക്ക് എന്ത് ഇതുപോലെ വരാം, ലൈവ് ചെയ്യാം, ഞാൻ എന്ത് ചെയ്യാം, അഭിമുഖം തരാം. എന്നെ കൊണ്ട് കഴിയുന്ന സത്യം ഞാൻ പറയാം, വേറെ ഒന്നും എന്തില്ല എനിക്ക് പറയാൻ. അതുപോലെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായത് ഇവിടെ ഇപ്പോൾ തങ്ങൾക്ക് വെച്ച് കൊടുത്ത വീടുകളുണ്ടല്ലോ, ആ വീടുകാർക്കൊക്കെ എപ്പോഴും ചെലവിന് കൊടുക്കുന്നുണ്ട്. അറിയുന്നില്ല അവർക്ക് എന്നല്ല, അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് എത്തിമക്കളെ ഏറ്റെടുത്തിട്ടുണ്ട്, ഒത്തിരി എത്തിമക്കളെ. അവർക്കൊക്കെ ഒരു മാസം ഇപ്പോൾ ഈ മാസമൊക്കെ നല്ലൊരു സംഖ്യ വീടിൻ്റെ മക്കൾ ഡ്രസ്സ് എടുക്കാൻ, ഭക്ഷണത്തിന് ഇന്നൊക്കെ ഒത്തിരി എല്ലാ ആഴ്ച കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും, ആഴ്ചയല്ല എല്ലാ മാസവും. പക്ഷെ അത് ഓരോ കുടുംബത്തിന് ആഴ്ചക്ക് ദിവസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇന്നിപ്പോൾ ഒരു ഇൻഷാ അല്ലാഹ് ഒരു വീടിൻ്റെ 5 സെൻറ്റ് സ്ഥലം കൊടുക്കുന്നുണ്ട്. വയനാട്ടിലത്തെ ടീം വന്നിട്ടാണ്. അതൊക്കെ തന്നെ നമ്മളെ വിജയം. ഈ ലൈവ് കാണുന്ന അതല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരോടും എനിക്ക് ഒറ്റന്നേ ഉള്ളൂ, നിങ്ങൾ ഇനിയും എന്നെ എന്ത് ചെയ്യണം, അടിക്കണം, ഞാൻ ഉയരട്ടെ. പിന്നെ നിങ്ങൾ എനിക്കെതിരെ ഒരു പോലീസ് സ്റ്റേഷനിലോ അതിലെ മറ്റു സ്ഥലത്തോ കംപ്ലൈൻറ്റുകൾ ചെയ്യുമ്പോൾ തെളിവുകൾ ഹാജരാക്കണം വേണം. പിന്നെ ഇവിടെ വലിയ പൂജകളൊന്നുമില്ല. ഇവിടെ പിന്നെ ഹോമം, അതുപോലെ തന്നെ എന്താ പറയുക, ശൈത്താന്